TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ഏപ്രിൽ 11 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഏപ്രിൽ 17 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. TV പ്രേക്ഷക സംഗമം ഏപ്രിൽ 18 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മൂത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറാണി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സാധ്യതകളുടെ വർഷത്തെക്കുറിച്ചിട്ടാണ്. അസാധാരണമായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. സാധ്യതകൾ നമ്മളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ദൈവം ഒരാളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, യേശു ഒരാളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, അയാൾ സകല വിധത്തിലുമുള്ള കാര്യങ്ങളുടെ മേൽ സാധ്യതകൾ ഉള്ള വ്യക്തിയാകാൻ പോകുകയാണ്. ഇതുവരെ നിങ്ങളായിരുന്ന സകല പ്രതികൂലങ്ങളുടെ മേലും നിങ്ങൾ പടരാൻ പോകുകയാണ്. അതിന്മേൽ ആധിപത്യം നിങ്ങളുടെ മേൽ വരികയാണ്. ഒരു മരം വളരുമ്പോൾ അത് പടരുന്ന ഒന്നാണെങ്കിൽ ആ പടരുന്ന സ്ഥലങ്ങളിലെല്ലാം അതിൻ്റെ ആധിപത്യം ഉണ്ടാക്കുന്നു. അതിൻ്റെ വേര് പടരുന്നത്, എവിടെയൊക്കെ ആ വേര് പടരുന്നുവോ അവിടെയെല്ലാം ആ ആധിപത്യം ഉണ്ടാകുകയാണ്. ഈ നാളുകളിൽ കർത്താവ് നിങ്ങളുടെ ലൈഫിൽ അത് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങളെ കൺട്രോൾ ചെയ്ത സകലത്തിന്മേലും, നിങ്ങൾക്ക് ജയിക്കാൻ കഴിയത്തില്ല എന്ന് തോന്നുന്ന സകലത്തിന്മേലും പടരാൻ പോകുന്ന വർഷം, നിങ്ങൾ സാധ്യതകളിലേക്ക് വരാൻ പോകുന്ന വർഷം, ദൈവശക്തി നിങ്ങളുടെ മേൽ ചലിക്കുന്ന ദിവസങ്ങളാണ്. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. അസാധാരണമായ സാധ്യതകളുടെ വർഷം, അസാധാരണമായ സാധ്യതകൾ, എന്നിലുള്ള സാധ്യതകൾ, എന്നിലുള്ള കഴിവുകൾ, അസാധാരണമായ കഴിവുകൾ വെളിപ്പെടുന്ന വർഷം. സഹോദരങ്ങളെ, ദേശത്ത് നിങ്ങൾ കാണുന്ന പ്രശ്നങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, തുർക്കിയിൽ ഭൂകമ്പം നടക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോകുന്നു, 10,000-കണക്കിന് പേര് മരിച്ചു പോകുന്നു. എന്റെ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനിൽ ക്ഷാമം നടക്കുന്നു, ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ വഴക്കിടുന്നു. ശ്രീലങ്കയിൽ അങ്ങനെ തന്നെ. രാജ്യത്ത് മുഴുവനും വിലക്കയറ്റവും, രാജ്യത്ത് മുഴുവനും സാമ്പത്തിക പ്രതിസന്ധികളും ഒരേപോലെ ശക്തമാകുന്നു. യൗവനക്കാർ ദൈവകൃപയിൽ നിന്നും, ഭവനങ്ങൾ ദൈവഭക്തിയിൽ നിന്നും മാറിപ്പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇടർച്ചയില്ലാത്ത കുടുംബങ്ങൾ വിരലിലെണ്ണാകുന്നത് കാണാൻ കഴിയുന്നില്ല. ഇതെന്തിനെയാ കാണിക്കുന്നതെന്നറിയോ? കർത്താവ് വരുന്നതിനേക്കാൾ മുമ്പുള്ള ലക്ഷണങ്ങളെയാ കാണിക്കുന്നത്. ഇന്ന് കൈയടിച്ചൊരു ആമീൻ പറയാവോ? മഹാവ്യാധികൾ, കൊറോണ കഴിഞ്ഞു, അടുത്തയാൾ വന്നു, അത് കഴിഞ്ഞപ്പോൾ ചുമയും തലവേദനയും തൊണ്ടവേദനയായി വേറൊരാൾ വന്നു. ഇങ്ങനെ ഓരോ ദിവസവും പുതിയ ആളുകൾ വന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. മഹാവ്യാധികൾ ഒരിക്കൽ വന്നു എന്ന് പറയണേക്കാൾ നല്ലത് കണ്ടിന്യൂസ് ആയ രോഗങ്ങളാൽ ലോകം മുഴുവൻ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. സൗരങ്ങൾ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നു? ഇത് അവസാന കാലഘട്ടമാണ്. ഈ അവസാന കാലഘട്ടം രോഗങ്ങൾ വന്ന്, ക്ഷാമം വന്ന്, പ്രതിസന്ധി വന്ന് ലോകം മുഴുവൻ അവസാനിക്കാനുള്ളതല്ല. എന്നാൽ അതിന് പകരം സഭ അതിന്റെ പൂർണ്ണ പൊട്ടൻഷ്യൽ എഴുന്നേറ്റ് രാജ്യത്തെ മുഴുവൻ വാഴാനുള്ളതാണ്. ആമേൻ. അവസാനത്തെ ശത്രുവായ മരണവും നീങ്ങിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മരണം നീങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പ് സഭ രാജ്യത്തിന്റെ മേൽ, ഈ ലോകത്തിന്റെ മേൽ മരണത്തെ വാഴുന്ന, മരണത്തെ അതിജീവിക്കുന്ന, ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് തെളിയിക്കുന്ന വിധത്തിലേക്ക് വന്നേ പറ്റുകയുള്ളൂ. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞു, ശബ്ദമുയർത്തി ആമീൻ പറഞ്ഞു. കർത്താവ് വരുമ്പോൾ ഒരു വീക്ക് സഭയല്ല കർത്താവ് ചേർക്കാൻ പോകുന്നത്, ശക്തമായ സഭയാണ്, ബലമുള്ള സഭയാണ്. ബലമുള്ള സഭ എന്ന് പറയുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന സഭ, രോഗികളെ സൗഖ്യമാക്കുന്ന സഭ, ദൈവാലോചനയെ അറിയിക്കുന്ന സഭ എന്ന് പറഞ്ഞാൽ സഭയുടെ പൊട്ടൻഷ്യലിലേക്ക് ഈ വരുന്ന വർഷങ്ങൾ സഭ എഴുന്നേക്കാൻ പോകുന്നു എന്നതിനോടൊപ്പം ഞാൻ പറയട്ടെ, നിങ്ങളും ഞാനും എഴുന്നേക്കാൻ പോകുന്നു.
ഒന്ന് തുള്ളിച്ചാടി ഒരു ആമീൻ പറഞ്ഞു. കർത്താവിനെ സ്തുതിച്ചോ. ഞാൻ നിങ്ങളോടൊരു വാചകം പറയാം. ചർച്ചിന്റെ പാറ്റേണുകളിൽ, ഇന്ത്യൻ സഭയുടെ ചർച്ച് പാറ്റേണുകളിൽ പോലും മാറ്റമുണ്ടാകും. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് മറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലാകില്ലായിരിക്കും, എനിക്കും പിടികിട്ടുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലായത് ഈ 2023 ഈ 2030 കാലഘട്ടത്തിനകത്ത് സഭയുടെ പാറ്റേണുകൾ മാറും, ആരാധന രീതികൾ മാറും, സഭയിൽ ആനന്ദം കൊണ്ട് നിറയും, സഭയുടെ അതിരുകളിൽ പോലും അഭിഷേകം വ്യാപരിക്കും. ഇന്ന് കാണുന്ന ഫിയർഫുൾ ചർച്ച് അല്ല വരാൻ പോകുന്നത്. ഗർജിക്കുന്ന സിംഹം പോലെ യഹൂദ ഗോത്രത്തിലെ സിംഹം രാജ്യത്തെ വാഴാൻ പോകുന്നു. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറ. ശബ്ദപരിധികളിൽ ഇരിക്കുന്ന ആളുകൾ പോലും ദൈവത്തെ അറിയും. ശബ്ദം കേൾക്കുന്ന ദിക്കുകളിൽ ആൾക്കാർ കർത്താവിന്റെ ശക്തിയെ ശരീരങ്ങളിൽ അറിയും. ആ വിധത്തിൽ ഒരു ഉണർവ് വരാൻ പോകുന്നു. ആ വിധത്തിൽ ദൈവശക്തി മാനിഫെസ്റ്റഡ് ആകാൻ പോകുന്നു. This is the time of supernatural potential. അതോടൊപ്പം ഡിവൈൻ ഇൻക്രീസ് ഉണ്ടാകും, അസാധാരണമായ ഇൻക്രീസ് ഉണ്ടാകും. രാജ്യങ്ങൾ, ദേശങ്ങൾ കർത്താവിനായി മാറ്റപ്പെടും. ആമേൻ. അതാണ് ഈ സീസൺ എന്ന് വിശ്വസിക്കുന്നവർക്ക് കൈകളടിക്കാം, ആമേൻ പറയാം. നമ്മൾ ഇന്നത്തെ ചിന്തയിലേക്ക് വരുമ്പോൾ ഈ വർഷം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചത് ഇയർ ഓഫ് സൂപ്പർ നാച്ചുറൽ പൊട്ടൻഷ്യൽ ആണ് എങ്കിൽ അടുത്ത വാചകം കർത്താവ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ പടരുവാനായി പോകുന്നു എന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ പടരുവാനായി പോകുന്നു, രാജ്യത്ത് പടരുവാനായി പോകുന്നു, ദേശത്ത് പടരുവാനായി പോകുന്നു. നമ്മൾ അതിനെ ദൈവാത്മാവ് നമുക്ക് തന്ന വാക്യം യെരമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യവും 8-ാം വാക്യവുമായിരുന്നു. നമ്മൾ സ്പ്രെഡ് ഔട്ട് ആകാൻ പോകുന്നു. എല്ലാവരും പറഞ്ഞ് പടരുവാനായി പോകുന്നു, പടരുവാനായി പോകുന്നു. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ ബിസിനസ് പടരാൻ പോകുന്നു, ജോലി പടരാൻ പോകുന്നു, നന്മകൾ പടരാൻ പോകുന്നു, മിനിസ്ട്രികൾ പടരാൻ പോകുന്നു. ആ കൈകൾ അടിച്ചതിനെ റിസീവ് ചെയ്തേ. ഒരു വലിയ പടർച്ചയുണ്ടാകാൻ പോകുന്നു. വേരുകൾ പടരുമ്പോൾ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ ഉദാഹരണത്തിൽ നിന്നുകൊണ്ട് ഞാൻ തുടങ്ങാം. വേരുകൾ പടരുമ്പോൾ എനിക്ക് ഒരു വാക്യം വായിക്കാൻ ഇഷ്ടമാണ്. ഉൽപ്പത്തി പുസ്തകം 49:22. ജോസഫിനെ കുറിച്ച് അതിന്റെ അപ്പൻ പറയുകയാണ്. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. അടുത്ത വാചകം ശ്രദ്ധിക്കാവോ? നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ. അടുത്ത വാചകം കുറച്ചും കൂടെ മനോഹരമാണ്. അതിന്റെ കൊമ്പുകൾ മതിലിൽ മേൽ പടരുന്നു. ഒന്ന് ഉറക്കെ പറയാവോ? അതിന്റെ കൊമ്പുകൾ എന്ത് ചെയ്യുക? അയ്യോ, അത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. കൊമ്പുകൾ എന്ത് ചെയ്യുന്നു? മതിലിൽ മേൽ പടരുന്നു. പടരുന്ന വൃക്ഷത്തിന്റെ വേരുകൾ, ഒരു വൃക്ഷത്തിന്റെ വേരുകൾ പടരാൻ തുടങ്ങിയാൽ അത് അതിന്റെ മുമ്പിൽ നിൽക്കുന്ന മതിലുകളാകുന്ന പ്രതിസന്ധികളെ പടന്നു കയറാനായി തുടങ്ങും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്നെ ഒരു മതിലും തടയത്തില്ല. നിന്റെ മുമ്പിൽ ഒരു പ്രതിസന്ധിയും നിന്നെ തടയത്തില്ല. നിന്റെ മുമ്പിൽ ഒരു പ്രതികൂലവും തടയത്തില്ല. രാജ്യം റിസഷനിൽ വരുമ്പോൾ നിന്നെ അത് തടയത്തില്ല. ലോകം തിന്മയിൽ പോകുമ്പോൾ നിന്നെ അത് തടയത്തില്ല. നീ അതിന്റെ മേൽ പടരുന്ന വ്യക്തിയാകും. നീ അതിന്റെ മേൽ പടർന്നു കയറുന്ന വ്യക്തിയാകും. ഞാനിങ്ങനെ പറഞ്ഞു, പടരുമ്പോൾ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തൊട്ടിച്ചു പോവുക. പടരുമ്പോൾ ഒരു കാര്യം ഉണ്ടാകും. ആ പടരുന്ന സ്ഥലത്ത് ആ വേരുകൾ ആധിപത്യം പ്രാപിക്കും. നമ്മള് കണ്ടൽ കാടുകൾ കണ്ടിട്ടുണ്ട് തീരദേശത്ത് നടുന്നേ. എന്തിനാ തീരദേശത്ത് കണ്ടൽ കാടുകൾ നടുന്നത്? മണ്ണൊലിപ്പ് ഇല്ലാതിരിക്കാൻ, മണ്ണൊലിപ്പ് ഇല്ലാതിരിക്കാൻ. നദീതീരങ്ങളിൽ ചെടികൾ നടാറുണ്ട്. കാരണം എന്താ? മണ്ണൊലിപ്പ് ഇല്ലാതിരിക്കാൻ എന്ന് പറഞ്ഞ വേരുകൾ എവിടെ പടരുന്നുവോ ആ വേരുകൾ ആ പ്രദേശത്തെ മുഴുവൻ വാഴാനായി തുടങ്ങും. അതിനെ ആധിപത്യമാകാൻ തുടങ്ങും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പടരുന്ന ഇടത്ത് നിങ്ങൾ ആധിപത്യത്തിൽ വളരും. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞു. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞു. പടരുന്ന സ്ഥലത്ത് നീ വാഴാനായി തുടരും. ഞാനൊരിക്കൽ ഒരു വലിയ ആല് കണ്ടിട്ടുണ്ട്. ഞാൻ ആലിന്റെ പ്രത്യേകത പറയാം. ഏകദേശം 101, 110 അതിന് തായ് വേരുകൾ അല്ലെങ്കിൽ തടികൾ അതിന് ചുറ്റുപാടുമുണ്ട്. ഒറ്റ മരമാണ്. ശ്രദ്ധിച്ചപ്പോൾ അതിന്റെ നടുക്കിലെ ഒരു മരമാണ്. ആ മരത്തിന്റെ വേരുകളിൽ നിന്ന് വേരുകൾ ഇറങ്ങി, ശില്ലകളിൽ നിന്ന് വേരിറങ്ങി, അത് പിന്നീട് ഒരു മരമായി. ഞാൻ നോക്കുമ്പോൾ
ആ പ്രദേശം മുഴുവൻ ആ മരം വിഴുങ്ങിയിരിക്കുകയാണ്. നടുക്കിലെ ആലിൽ നിന്ന് അതിന്റെ ശാഖകളിൽ നിന്ന് വേരിറങ്ങി അത് പിന്നീട് മരമായി, അതിന്റെ ശാഖയിൽ നിന്ന് വേരിറങ്ങി പിന്നീട് മരമായി. ഏകദേശം എത്രയോ ആളുകൾ ചുറ്റളവിൽ, എത്രയോ വലിയൊരു ചുറ്റളവിൽ ആ മരം പടർന്നു പിടിച്ചിരിക്കുകയാണ്. അതിന്റെ ആധിപത്യത്തിന്റെ കീഴില ആ പ്രദേശം. ഒരു നല്ല ആലോചന പറഞ്ഞാട്ടെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളിൽ പലരും അങ്ങനെയാകാനായി പോകുന്നു. നിങ്ങളിൽ പലരും അങ്ങനെയാകാനായി പോകുന്നു. ആമേൻ. നിങ്ങളിൽ പലരും അങ്ങനെ ആകാൻ പോകുന്നു. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, ആധിപത്യം നിങ്ങളുടെ മേൽ വരാൻ പോകുന്നു, വാഴ്ച നിങ്ങളുടെ മേൽ വരാൻ പോകുന്നു. ഇതുവരെയാണ് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത്, കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞത്. ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ പോകുക. നമുക്കൊരു വാക്യം വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 2:48 വാക്യം. രാജാവ് ദാനിയേലിനെ മഹാനാക്കി. ആമേൻ. നീ പടരുന്ന അനുസരിച്ച് നിന്റെ മുകളിലുള്ള ഗ്ലോറിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നീ പടരുന്ന അനുസരിച്ച് നിന്റെ മുകളിലുള്ള ഗ്ലോറിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ പടർച്ച നിന്റെ മുകളിലെ ഗ്ലോറിയെ വർദ്ധിക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. അടുത്ത വാചകം നിങ്ങളോട് ഞാൻ പറയുന്ന ദൂതാണ്. അനേക വലിയ സമ്മാനങ്ങൾ ലഭിച്ചു. ആമേൻ. ഈ വർഷം ചിലരുടെ കൈകളിലേക്ക് പുതിയ നന്മകൾ വരാനായി പോകുന്നു. ആമേൻ. ഒന്നും കൂടെ പറയാം, ദൈവം നിന്നെ ഉയർത്തുന്ന വർഷമെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ തന്നെ ചില സമ്മാനങ്ങൾ ചിലരുടെ ആളുകളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നു. സോളി, ഞാൻ ഇങ്ങനെ പറയോ, കാർ സമ്മാനമായി കിട്ടട്ടെ, വീട് സമ്മാനമായി കിട്ടട്ടെ, അല്ല ഒരു പേന സമ്മാനമായി കിട്ടട്ടെ. ആരൊരാൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു പേന കൊണ്ട് തന്നു, വേറൊരാള് വേറൊരു പേന കൊണ്ട് തന്നു. ഞാൻ ആ മനുഷ്യനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് പേന മേടിച്ചു തരാനുള്ള കഴിവേ ഉള്ളൂ. എന്നാൽ കാർ മേടിച്ചു തരാനുള്ള ആളുകൾ വരാൻ പോകുന്നു. സോളി, വാഹനം മേടിച്ചു തരാനുള്ള ആളുകൾ വരാൻ പോകുന്നു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു സെമിട്രി മേടിച്ചു തരാനുള്ള ആളുകൾ വരാൻ പോകുന്നു. ഒന്ന് കൈയടിച്ചിട്ട് ആമേൻ പറ. ചർച്ചിന് വസ്തുവകകൾ ഉണ്ടാകാനായി മേടിച്ചു തരാൻ ആളുകൾ വരാൻ പോകുന്നു. സമ്മാനങ്ങൾ വരുവാനായി പോകുന്നു. ഞാൻ ആ വാചകത്തെ ഒന്നും കൂടെ പറയട്ടെ, വലിയ സമ്മാനങ്ങൾ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, എന്നിലുള്ള മഹത്വത്തിന് അനുസരിച്ചാണ് സമ്മാനങ്ങളും വരുന്നത്. നിന്റെ നിലവാരം അനുസരിച്ച സമ്മാനങ്ങൾ. നീ വലിയ നിലവാരത്തിൽ വളരുമ്പോൾ വലിയ സമ്മാനങ്ങൾ നിന്നെ പടരും. ഈ പകൽ ചിലരോട് ദൂത് പറയുക, ചിലർക്ക് ഇതുവരെ സമ്മാനങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഈ വർഷങ്ങൾ സമ്മാനങ്ങളുടെ വർഷമാണ്. ചിലരുടെ കയ്യിലേക്ക് ചില നന്മകൾ വരികയാ. ഇത് ഞാൻ എന്തെങ്കിലും വായിച്ചു പറയുക എന്ന് വിചാരിക്കരുത്. എന്നോട് പരിശുദ്ധാത്മാ ഈ വർഷം പറഞ്ഞത്, ഇത് 2ാമത്തെ മാസമാ. ഞാൻ ഇപ്പോഴും പ്രവചിച്ചുകൊണ്ടിരിക്കുക. ഈ വർഷങ്ങളിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 1, 2 എണ്ണമിട്ട് എഴുതി വെച്ചാട്ടെ. നിങ്ങളുടെ കയ്യിൽ സമ്മാനങ്ങൾ വരും. നിങ്ങളുടെ കൈകളിൽ സമ്മാനങ്ങൾ വരും. ദൈവ മനുഷ്യരെ ദൈവം ഉയർത്താൻ പോകുകയാ. ദൈവ മനുഷ്യരെ ദൈവം ഉയർത്താൻ പോകുകയാ. ഞാനിത് പറയുമ്പോൾ ദൈവദിനത്തിൽ തെളിവ് പറയാം. യെശയ്യാവ് പറഞ്ഞു, എഴുന്നേറ്റ് പ്രകാശിക്കേ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നീ ഉള്ളുകൊണ്ട് ഭ്രമിച്ചു പോകും. ഇതാ രാജാക്കന്മാർ നിന്റെ അടുക്കിലേക്ക് സമ്മാനങ്ങളായി വരികയാണ്. കൈകളടിച്ചൊരു ആമേൻ പറ. അന്ത്യകാലങ്ങളിൽ ദൈവസഭയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്, അന്ത്യകാലത്ത് ദൈവസഭയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. വേദവചനം പറയുന്ന പൗലോസ് കപ്പൽ ഛേദത്തിൽ തകർന്നുപോയി, കപ്പലും തകർന്നുപോയി. പലകമേലാണ് മെലീത്ത ദ്വീപിൽ കയറിയത്. പക്ഷെ പൗലോസിന് പറയാനുണ്ട്, മെലീത്ത ദ്വീപിൽ നിന്ന് പോകുമ്പോ ഒരു കപ്പൽ നിറയെ സമ്മാനമായിട്ടാണ് പോകുന്നത്. നീ കണ്ട തകർച്ചയ്ക്ക് അപ്പുറത്ത് ഒരു സമ്മാനം കൂടെ നിനക്കുണ്ട്. ഈ തകർച്ചയിൽ നീ അങ്ങ് പോകത്തില്ല, അതിനപ്പുറത്ത് സമ്മാനങ്ങളുമായി നീ പോകും. ഇത് നിന്നോടുള്ള ദൂതാ കേട്ടോ. ഇനി അടുത്ത വാചകം 49. ദാനിയേലിന്റെ അപേക്ഷ പ്രകാരം രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബദ്നെഗോവിനെയും ബാബേൽ സംസ്ഥാനത്തെ കാര്യാദികൾക്ക് മേലധികാരിയായി വെച്ചു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സഭ അടുത്ത നിലവാരത്തിലേക്ക് വരാൻ പോകുന്നു. ഇതുവരെ ആർക്കും ശദ്രക്കും മേശക്കിനെയും അബദ്നെഗോവിനെയും അറിയത്തില്ല. ദാനിയേലിനെ മാത്രമേ അറിയൂ. ആമേൻ. വേണമെങ്കിൽ ഏറ്റെടുത്തോ കേട്ടോ. ഒരു നല്ല ആമേൻ പറ. ദാനിയേലാണ് ജ്ഞാനിയായി തെരഞ്ഞെടുത്തത്. ദാനിയേലാണ്, എന്റെ കൂടെ ഉണ്ടോ? ദാനിയേലാണ് ദർശനം വ്യാഖ്യാനിച്ചത്. ദാനിയേലാണ് വെളിപ്പാട് പറഞ്ഞത്.
ദാനിയേലിനെയാണ് രാജാവ് മഹാനാക്കിയത്. പക്ഷെ ദാനിയേലിന്റെ കൂടെ ശദ്രക്ക്, മേശക്ക്, അബദ്നഗോ എന്ന് പറയുന്ന വേറൊരു യുവാക്കൾ ഉണ്ടായിരുന്നു. അവനോടൊപ്പം നിന്ന യുവാക്കൾ, അടുത്ത പറയുക, അവനോട് കൂടെ നിന്ന ആളുകളെയും ദൈവം ഉയർത്തി ചില സ്ഥാനങ്ങളിലാക്കി വെച്ചു. ജീസസ് വേൾഡിനോട് എനിക്കൊരു ദൂതുണ്ട്. ചിലരെ ദൈവം ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നു. ദാനിയേലിന് കൂടെ നിൽക്കുന്ന ശദ്രക്കുമാർ ഇവിടെ ഉണ്ടോ? മേശക്കുമാർ ഇതിനകത്തുണ്ടോ? അബദ്നഗോമാർ ഇതിനകത്തുണ്ടോ? നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം വരാൻ വരുന്നു. തുള്ളിച്ചാടുന്ന ഒരു ആമീൻ പറഞ്ഞു. ആ വാക്യം എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാ: ബാബേൽ സംസ്ഥാനത്ത് കാര്യാദികളെ നോക്കുവാൻ അവരെ ആക്കി വെച്ചു എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ചിലത് ചെയ്തെടുക്കുവാൻ നിങ്ങളെ ആക്കാൻ പോവാ. രാജ്യങ്ങളിൽ ചിലത് ചെയ്തെടുക്കുവാൻ നിങ്ങളെ ആക്കാൻ പോവാ. ആമേൻ. കർത്താവ് നമ്മളോട് സംസാരിച്ച ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം. അവൻ നമ്മളെ ബലപ്പെടുത്തുന്നവനാണ്. ആമേൻ. ചില കാര്യങ്ങൾ നമ്മളിലൂടെ അവൻ ചെയ്യുന്നവനാണ്. ആമേൻ. ദൈവമക്കൾ സകലത്തിന്മേലും വാഴുക എന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. ആമേൻ. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളായിരിക്കുന്ന ദേശത്ത് വാഴാൻ പോവുകയാണ്. എവിടേക്കാണോ നിങ്ങളായിരിക്കുന്നത് അവിടെയെല്ലാം നിങ്ങൾ വാഴാൻ പോവുകയാണ്, പടരാൻ പോവുകയാണ്, ആധിപത്യത്തിലേക്ക് വരാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിനിയും ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ മകന്റെ പേര് സൗരവ് എന്നാണ്. സൗരവ് മയ്യനാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. എവിടുന്ന് വരുന്നേ? മയ്യനാട്. കൊല്ലത്ത് തന്നെ മയ്യനാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. മകൻ +2 പഠിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് മകന് കഴുത്തിന് നല്ല വേദന ഉണ്ടായിരുന്നു. കഴുത്ത് വേദന ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് നുവരുവാനോ കുനിയുവാനോ ഒന്നും സാധിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ മിറക്കിൾ സൺഡേയിൽ മകൻ ഇവിടെ കടന്നു വന്നപ്പോൾ ജോൺ ബ്രദർ നേരിട്ട് പറഞ്ഞു, മകന് കഴുത്തിന് വേദനയുണ്ട്. അന്ന് തന്നെ ആ മകൻ സൗഖ്യമായി. പിന്നീട് പോയി ഡോക്ടറിനോട് സ്കാൻ ചെയ്തപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞിരുന്നത് ഇത് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ബ്രദർ പ്രാർത്ഥിച്ചു, ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യമായെന്നാണ് സാക്ഷ്യപ്പെടുന്നത്. കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. മോന്റെ പേര് പറഞ്ഞേ. ഒരു മൈക്ക് കൊടുക്കുക, അവനൊന്ന് മൈക്ക് പിടിച്ചു കൊടുക്കുക ഒരാള്. മോൻ പറഞ്ഞിട്ട് എന്തുവായിരുന്നു മോന്റെ കഴുത്തിനുണ്ടായിരുന്ന പ്രശ്നം? എന്തുവായിരുന്നു? എനിക്ക് പഠിക്കാനോ ഇരിക്കാനോ കുനിയാൻ പറ്റത്തില്ലായിരുന്നു. ഓവറായിട്ട് കുനിയാൻ പറ്റത്തില്ല. നോർമലി എങ്ങനെയാണോ കുനിയുന്നത് അതുപോലെ പറ്റത്തില്ലായിരുന്നു. അതിന്റെ കാരണം എന്തോ? ഡോക്ടർമാരെ കാണിച്ചായിരുന്നു കുനിയാൻ പറ്റാത്ത കാര്യം? ഡോക്ടറെ കാണിച്ചോ? ഏത് ഡോക്ടറെ കാണിച്ചത്? ഡോക്ടറിന്റെ പേരറിയത്തില്ല, മെഡിസിറ്റിയിലാണ് കാണിച്ചത്. കാണിച്ച സമയത്ത് പറഞ്ഞിരുന്നത് ഡിസ്കിന് തേയ്മാനം ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. നിനക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? 17 വയസ്സുള്ള നിനക്ക് കഴുത്തിന്റെ ഡിസ്കിന് തേയ്മാനം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞു? അടുത്ത തേയ്മാനം ഉള്ളതുകൊണ്ട് അടുത്ത് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്? അത് ലിറ്ററലി മാറത്തേ ഉള്ളൂ. എനിക്ക് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറെ കുഴപ്പങ്ങളോ എനിക്ക് ഉള്ളത് കൊണ്ടിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നിനക്ക് വേറെന്താ കുഴപ്പമുള്ള? ശരി, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഒരു ഓപ്പറേഷനും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഇപ്പൊ മോൻ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യം. വീണ്ടും ടെക്സ്റ്റ് ചെയ്തു, വീണ്ടും പോയി പരിശോധിച്ചോ? അതെന്തോ നീ വീണ്ടും പോയി പരിശോധിക്കേണ്ട കാര്യം? ഞാൻ പറഞ്ഞുകൊണ്ടാണ് അവൻ പോയത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എങ്ങനെ? അവിടുത്തെ സെൽസുകൾ റീക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി പറഞ്ഞു. ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആ തേഞ്ഞ സ്ഥലത്ത് പുതിയ എല്ലുകൾ ഉണ്ടാകാൻ തുടങ്ങി എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ച് നോക്കത്തുള്ളൂ അതിനെ. കുറച്ചും കൂടെ ചുണയായിട്ടിരുന്നല്ലേ ആമേൻ പറഞ്ഞേ എന്ന് പറഞ്ഞ ഡോക്ടർ മോനോട് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, മോന് ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട്. എന്നാൽ ഇതിന് വേറെ മാർഗമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു വിട്ടതാണ്. 17 വയസ്സിൽ ഇവന്റെ കഴുത്തിന് തേയ്മാനം വന്നു. എന്നാൽ നിങ്ങൾ അറിയേണ്ടത് ഡോക്ടർ പറഞ്ഞത് വീണ്ടും സെല്ലുകൾ ഉണ്ടാകാൻ തുടങ്ങിയ എല്ലുകളുടെ തേയ്മാനം മാറിയെന്ന്, അങ്ങനെയല്ലേ പറഞ്ഞു പോലെ. പക്ഷെ നമുക്ക് മാറിയത് ഒറ്റ ദിവസം കൊണ്ടാണ്. തേയ്മാനം മാറുന്നതോ എല്ല് വളരുന്നതാണ് എങ്കിൽ അത് മെല്ലെയാണ് മാറേണ്ടത്. പ്രത്യേകിച്ച് കഴുത്തിനോ മുട്ടിനോ തേയ്മാനം വന്നോ ഓപ്പറേഷൻ ഉണ്ടായാലേ ഒക്കത്തുള്ളൂ. കാരണം അത് മാറ്റി വെച്ച് ഒക്കത്തുള്ളൂ. തേഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം പിന്നെ കൂടത്തില്ല. എന്ന് ഇവൻ പറയുന്നത് കർത്താവ് അവനെ തൊട്ടു. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ മോനോട് ഞാൻ ദൂത് പറയുമ്പോൾ കേട്ട ആളുകൾ എത്ര പേരുണ്ട്? അവർ കേട്ടവരെന്ന് കരങ്ങൾ ഉയർത്തിക്ക്. മോൻ വാടാ, ഇവിടെ വന്ന് നിൽക്കടാ.
അവന്റെ കൂടെ ആരാ ഉള്ളേ? ഒറ്റയ്ക്കാ വന്ന്. എങ്ങനെ നീ ഒറ്റയ്ക്ക് വന്നു? ആരാ കൊണ്ടൊക്കെ? ഹോസ്റ്റലിലെ ചേട്ടന്മാര്. ഞാൻ ആദ്യം ആ കൊച്ചിനോട് ദൂത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നിനക്ക് ആ മുഴുവൻ സംശയം ഉണ്ടായേ. ഇത് കള്ളത്തരമാണ്, ഇതൊരു സൂത്രത്തെ എന്തോ ചെയ്യുവാണ് എന്നാ നിനക്ക് തോന്നിയേ. ആണ്. എന്നാ കൊച്ചിന്റെ നെഞ്ചിലൊരു കാര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ ചിന്തിക്കാൻ തുടങ്ങി, അത് കുറച്ച് സെൻസിറ്റീവായ കാര്യമാണ്. ഈ പാസ്റ്റർ പറഞ്ഞ തെറ്റാണെങ്കിൽ, അത് മോശമാണെങ്കിൽ അങ്ങനെ ഒരിക്കലും പറ്റത്തില്ലല്ലോ എന്ന് നീ ചിന്തിച്ചു. ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ ശരീരത്തൊരു വിറയിൽ വന്നു. നെഞ്ചെല്ലാം കൂടെ വിറയ്ക്കാൻ തുടങ്ങി. ആ സമയത്ത് നിന്നെ ഞാൻ നോക്കിയായിരുന്നു. അപ്പൊ നീ വിചാരിച്ചു നിന്നെ ആയിരിക്കും ഞാൻ അടുത്ത് വിളിക്കുമെന്ന് തോന്നി. അപ്പൊ ഞാൻ നിന്നെ വിളിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ ഈ മോനോട് പറഞ്ഞു ഇവന് ശ്വാസം മുട്ടലും അലർജി ഉണ്ടെന്ന്. അപ്പൊ നീ ചിന്തിച്ചു എനിക്കും ഉണ്ടല്ലോ പൊടിയുടെ അലർജി. ചിന്തിച്ചു. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വീണ്ടും നിന്റെ ദേഹത്തൊരു ഷോക്ക് വന്നു. നീ വിറയ്ക്കാൻ തുടങ്ങി. എടാ നീ സൗഖ്യമായി. ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞേ. പിന്നീട് ഞാൻ ചെവിക്ക് ഇതിനൊക്കെ വേണ്ടി ഞാൻ ചെവിക്കെല്ലാം പ്രാർത്ഥിക്കാൻ മുമ്പ് ഒരു അനുഭവം ഉണ്ടായി. നിന്റെ അടുക്കിലേക്ക് പെട്ടെന്നൊരു വെള്ളി വെളിച്ചം പോലെ എന്തോ വന്നു. നിനക്കൊന്നും മനസ്സിലായില്ല, പക്ഷേ അത് കണ്ടതാണോ കണ്ടതല്ലേ എന്നൊരു സംശയം വന്നു. എടാ നിന്റെ അടുക്കിലേക്ക് വന്ന വെള്ളി വെളിച്ചം നീ ഇവിടെ നിൽക്കുമ്പോഴാണ് ഉണ്ടായത്. ആ ലൈറ്റിന്റെ ആണോ എന്ന് നിനക്ക് സംശയം വന്നു. ആയിരിക്കും, നീ തലയിൽ വെച്ചിരിക്കുക. പക്ഷെ നിന്റെ ഉള്ളിൽ ആ ചിന്ത വന്നു, എന്തോ ഒരു വ്യത്യാസമുള്ള ഒരു വെളിച്ചമാണ് ഞാൻ കണ്ടതെന്ന്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇവൻ അവിശ്വാസത്തെ, പക്ഷെ ഈ മോനെ നിങ്ങൾ കണ്ടോ? ഇവൻ എന്റെ കൂടെ നിന്ന് സുവിശേഷ വേല ചെയ്യാനുള്ള പയ്യന. അതിന്റെ കാരണം ഇവന്റെ അവിശ്വാസം മാറിയിട്ട് വിശ്വാസം വന്നപ്പോ ഇവന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായി, ഇങ്ങനെയൊക്കെ എനിക്കും ആയെങ്കിൽ കൊള്ളായിരുന്നല്ലോ എന്ന്. ഉണ്ടായില്ലടാ? എടാ മോനെ, നിന്നെ യേശുവിന് ആവശ്യമുണ്ട്. നീ അബദ്ധത്തിൽ വന്നതല്ല. നിന്റെ അലർജി ഇന്ന് മാറിപ്പോകും. നിനക്ക് പെട്ടെന്ന് ക്ഷീണം വരും. നിനക്ക് ചിലപ്പോൾ പഠിക്കാൻ കഴിയത്തില്ല ക്ഷീണം കാരണം. അത് നിന്റെ തലയോടാ ബാധിക്കുന്നേ. ഇന്ന് മോൻ സൗഖ്യമാവും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നിനക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഉണ്ട്. എന്തുവാ അവിടെ പ്രയാസം? ഓവറായിട്ട് കുനിക്കാൻ പറ്റത്തില്ല. ഓവറായിട്ട് കുനിച്ചാൽ നീ തല കറങ്ങി വീഴും. ഉണ്ട്. ഇത് നിന്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാം. ഇന്നത് നീ സൗഖ്യമാവും. നിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചോണ്ട് വരണം. ഇപ്പൊ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അവരോട് ചെന്ന് പറ. അവരിനി വരുമ്പോ വരാൻ പറ. അടുത്ത ഞായറാഴ്ച വന്ന് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണം. വേഗത്തിൽ സ്നാനപ്പെടണം. അതിന്റെ സ്റ്റേജിൽ കയറണം. ദൈവം മോനെ അതിനായി വിളിച്ചിരിക്കുക. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എനിക്കിപ്പോ തോന്നുന്നത് ഞാൻ മിക്കവാറും മീറ്റിങ്ങിന് പോകുമ്പോ ചെറുപ്പക്കാരെ മാത്രം തെരഞ്ഞെടുത്ത് കർത്താവ് ശുശ്രൂഷ വേലയ്ക്ക് വിളിക്കുക. ഇവന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു അനുഭവം ഉണ്ടായി. ഇവന്റെ കഴുത്തിന്റെ അവിടെ എന്തോ ചൂടെടുക്കുന്ന പോലെ ഇവന് തോന്നി. ഇവന്റെ ചിന്ത എന്നാ പറയുക, ഇതെങ്ങനെ ഈ പാസ്റ്റിന് മനസ്സിലാവുന്നേന്നാ. എടാ നീ ചെറുപ്പക്കാരനെ, നിന്നെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല. ഇവൻ ചിന്തിച്ചുകൊണ്ടിരുന്ന അങ്ങനെയാ, എന്നെ പറ്റിക്കാൻ ആർക്കും പറ്റത്തില്ലെന്നാ. ഇപ്പൊ ഇവന് മനസ്സിലായി ഇത് പറ്റിയതല്ലെന്ന് മനസ്സിലായി. ഒരു നല്ല ആമേൻ പറഞ്ഞേ. ഇമ്മ കുനിയേ. മോനെ പറ്റാത്ത രീതിയിൽ കുനിഞ്ഞോ. കഴുത്ത് പറ്റാത്ത രീതിയിൽ കുനിയടാ. അങ്ങനെയല്ലടാ, അങ്ങനെയല്ല. അവന്റെ കഴുത്ത് കുനിയാനാ അവന് പ്രയാസം. എടാ നിനക്കൊന്നും വരത്തില്ല, കുനി അങ്ങോട്ട്. ഇത് കൂടുതൽ കുനിയത്തില്ലടാ. വേദനിച്ചോ? എടാ വേദനിക്കേണ്ട കാര്യമില്ല, കുനിയടാ. പേടി കളഞ്ഞു കുനിയടാ. കുനിയടാ, മാക്സിമം കുനിയടാ. വേദനിക്കുന്നോ? ഇല്ല. ഇനി വേദനിക്കത്തില്ലടാ, അത് പോയി. ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒരു ചെറിയ നീരുണ്ട്.
അതിലെ ഞരമ്പുകളിൽ ചെറിയ കംപ്രഷൻ ഉണ്ട്. ഉണ്ട്. അത് രണ്ടും ഇന്ന് മാറി. നീ പോയി പരിശോധിച്ചു. ഇത് നീ ഈ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആർക്കും അറിയത്തില്ല. ഇല്ല. ഇവര് പറഞ്ഞു തരുവാണെങ്കിലല്ലേ പറ്റത്തുള്ളൂ. ഇവർക്ക് അറിയത്തില്ലല്ലോ അതിനെ. എനിക്കൊരു ഉമ്മ നേടാ. നീ കർത്താവിനുള്ളതാടാ മോനെ. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. 17 വയസ്സുള്ള ഒരാൾക്ക് തേയ്മാനം ഉണ്ടാകുക എന്ന് പറയുന്നതിന് വലിയ കാര്യമോ? ഇവന്റെ അപ്പനും അമ്മയ്ക്കും എന്ത് ചെയ്യും വന്നിട്ടുണ്ടോ? അവരെവിടെയാടാ? കുവൈറ്റിലാ. വലിയ കാര്യമോ? ഇനി കുവൈറ്റിൽ നിന്ന് വരുമ്പോൾ ഇതെല്ലാം അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അവരോട് പറയണം കേട്ടോ, മോനെ കർത്താവ് സൗഖ്യമാക്കിയത്. അവർക്കറിയാം. അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. അമ്മ ഉണ്ടായിരുന്ന സമയത്ത് നീ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഏപ്രിൽ 14 രാവിലെ 11 മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം, തിരുവനന്തപുരം. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഏപ്രിൽ 21 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. ആമേൻ. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ആ ദൈവത്തിൻ്റെ ആലോചനകൾക്കായി, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കായി നന്ദി പറയുന്നു. ഓരോ സൗഖ്യവും നമ്മളോട് പറയുന്നത്, ഓരോ സാക്ഷ്യവും നമ്മളോട് പറയുന്നത് ജീവിക്കുന്ന ഒരു ക്രിസ്തുവിനെ കുറിച്ചിട്ടാണ്. ആമേൻ. ഇന്ന് രാത്രികാലം എന്നെ കാണുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ സൗഖ്യമില്ലാതായിരിക്കുന്നു, കർത്താവ് നിങ്ങളുടെ ലൈഫിൽ ചലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ആമേൻ. കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. അവൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചാട്ടെ. അപ്പാ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവേ, നിൻ്റെ ദയയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, അപ്പാ, നിൻ്റെ പ്രവൃത്തി കർത്താവേ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. യേശുവിടുത്തെ കൃപ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. അവിടുന്ന് ചെയ്യുന്ന അപ്പാ അവിടുത്തെ കരത്തിനായി സ്തോത്രം അപ്പാ, കരത്തിനായി സ്തോത്രം അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവേ, ആമേൻ. ജോലി ചെയ്തു മടുത്തു, ആമേൻ. കടത്തിൽ നിന്ന് കരകയറാൻ കഴിയുന്നില്ല, സ്വസ്ഥതയില്ല ജീവിതത്തിൽ നിന്ന് പറയുന്ന കർത്താവേ ഒരു വ്യക്തിയുടെ ശബ്ദത്തെ കേൾക്കാം. എങ്ങനെ ഞാൻ ഇതിന്ന് കരകയറും? കർത്താവേ, നിൻ്റെ കൃപ കുടുംബത്തിൽ ചലിക്കട്ടെ അപ്പാ, സ്വസ്ഥതയുണ്ടാകട്ടെ അപ്പാ, ദൈവത്തിൻ്റെ വിടുതൽ ആ വീട്ടിലുണ്ടാകട്ടെ അപ്പാ. അവിടുത്തെ കരം നീട്ടിയിരിക്കാൻ നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ അവർ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും കർത്താവേ ഇന്ന് രാത്രികാലം പരിഹാരമുണ്ടാകട്ടെ, രാത്രികാലം പരിഹാരമുണ്ടാകട്ടെ. കർത്താവിനെ കാണിക്കുകയാണ്. 5 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചില വഴികളെ തുറക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള നന്മ നിങ്ങളുടെ ലൈഫിൽ വരികയാണ്. കർത്താവെ, അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു അപ്പാ, നന്ദി പറയുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ. ആമേൻ. അതേപോലെ കുഞ്ഞുമോൾ എന്ന പേരുള്ള ഒരു വ്യക്തിയെ എന്നെ കാണിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തിന്മേൽ അവിടുത്തെ കൃപയുണ്ടാകട്ടെ അപ്പാ. യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഒരു ജീവിതത്തിൽ അവിടുന്ന് ചെയ്യുന്ന അവിടുത്തെ നന്മകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.